നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വൈറലാകാനും വ്യൂസ് ഉണ്ടാക്കാനും അതുവഴി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇന്ന് ലോകമേറെ ശ്രമിക്കുന്നത്. അത്തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാനായിട്ട് പല കോപ്രായങ്ങൾ കാട്ടി ഒടുവിൽ അപകടം വിളിച്ചു വരുത്തുന്ന വീഡിയോകളും നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോഴിതാ കാമുകി ശ്രദ്ധിക്കാൻ വേണ്ടി വീഡിയോ ചിത്രീകരിക്കുന്നതിനായി സിംഹക്കൂട്ടിലിറങ്ങിയ മൃഗശാല ജീവനക്കാരനെ 3 സിംഹങ്ങൾ ചേർന്ന് കടിച്ചു കൊന്നു. ഇതേ തുടർന്ന് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സിംഹങ്ങൾ അക്രമാസക്തരായി ജനങ്ങളുടെ നേരെ തിരിയുന്ന അവസ്ഥയും ഉണ്ടായി. ഇതിൽ ഒന്നിനെ വെടിവെച്ചു കൊന്നപ്പോൾ 2 എണ്ണത്തിനെ മയക്കുവെടി വെച്ച് തിരികെ കൂട്ടിലെത്തിച്ചു. സംഭവം നടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിലുള്ള സ്വകാര്യ മൃഗശാലയിലാണ്. 2 ആഴ്ച മുമ്പാണ് ഈ ഒരു സംഭവം നടന്നത്. പക്ഷേ ഇതിന്റെ ഭീതിജനകമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ ഭീകരത ലോകമറിയുന്നത്. ഇറിസ്കുലോ എന്ന മൃഗശാല ജീവനക്കാരനാണ് ക്യാമറയുമായി സിംഹക്കൂട്ടിൽ കയറിയത്. ഇയാൾക്ക് 44 വയസ്സാണ് പ്രായം. സിംഹങ്ങൾ അരികിലേക്ക് ഇയാൾ ക്യാമറയുമായി ചെല്ലുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇയാൾ സിംബ എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യ നിമിഷങ്ങളിൽ സിംഹങ്ങൾ ശാന്തരായി കിടക്കുന്നതും ഇയാളുടെ സാന്നിധ്യം അവഗണിക്കുന്നതും ദൃശ്യമാണ്. ആ സമയം തന്നെ വീഡിയോ ദൃശ്യങ്ങളിൽ ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കൂട്ടിലുണ്ടായിരുന്ന ഒരു സിംഹം ഇയാളുടെ നേർക്ക് ചാടി വീഴുകയായിരുന്നു. പിന്നാലെ മറ്റ് സിംഹങ്ങളും ഇയാളെ ആക്രമിച്ചു തുടങ്ങി. അടങ്ങിയിരിക്കൂ എന്ന് ഇയാൾ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ കേൾക്കാനായിട്ട് സാധിക്കും. അവന്റെ കയ്യിൽ നിന്ന് അവസാനം സിംഹങ്ങളുടെ ആക്രമണത്തിൽ തെന്നി വീണ ക്യാമറയിൽ അയാളുടെ അവസാന നിമിഷങ്ങളും പതിഞ്ഞിട്ടുണ്ട്. അസ്വസ്ഥതപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ലോകത്തിലെ മിക്ക മാധ്യമങ്ങളും ആ വീഡിയോ പ്രേക്ഷകർക്കായിട്ട് നൽകിയിട്ടില്ല. എങ്കിലും ഇത് സോഷ്യൽ മീഡിയയിൽ സുലഭമാണ്. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കെന്റിലുള്ള സ്വകാര്യ മൃഗശാലയിൽ 2 ആഴ്ച മുമ്പ് നടന്ന സംഭവത്തിന്റെ ഭീതിജനകമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഏതായാലും നിരവധി ആളുകളാണ് വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ആപത്തുകൾ വിളിച്ചു വരുത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഉയരുന്നത്.